الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أيها الناس، أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كلوا من طيبات ما رزقناكم واشكروا لله إن كنتم إياه تعبدون. ബഹുമാന്യ മുഅ്മിനീകളെ, മുഅ്മിനാത്തുകളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുക. ഓതിവെച്ച ആയത്ത് സൂറത്തുൽ ബഖറയിലെ 172 ആയത്താണ്. മനുഷ്യന്റെ നിലനിൽപ്പ് അവന്റെ ഭക്ഷണവും അവന്റെ ജീവിത ആവശ്യങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ടാണല്ലോ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനാവശ്യമായ സമ്പത്ത് എന്നത് മനുഷ്യന് നിർബന്ധമാണ്. 2 ആഴ്ചകൾക്ക് മുമ്പ് ഈ വിഷയത്തെ സംബന്ധിച്ച് അല്പം ചില സൂചനകൾ നൽകിയിരുന്നു. നമ്മളുടെ വരുമാനത്തെ സംബന്ധിച്ചിടത്തോളം അവ ഇഴ കീറി പരിശോധിക്കേണ്ടത് എപ്പോഴും ആവശ്യമാണ്. ഒരു മുഅ്മിനായ മനുഷ്യൻ വരുന്ന മാർഗം എങ്ങനെ എന്ന് ആലോചിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, പാതി വിലക്ക് സാധനങ്ങൾ നൽകി തട്ടിപ്പ് നടത്തിയ കോടികളുടെ സംഭവങ്ങൾ നമ്മളുടെ മുമ്പിൽ ഒന്നുമല്ല. ഇങ്ങനെ എത്രയോ ആളുകൾ പലതരത്തിലുള്ള സാമ്പത്തിക മാർഗങ്ങളും ചൂഷണത്തിലൂടെ സമ്പത്ത് സമ്പാദിക്കാനുള്ള മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് കേരളത്തിലെ തന്നെ ഉന്നതർ അല്ലെങ്കിൽ ബുദ്ധിയുള്ളവർ, കഴിവുള്ളവർ എന്നൊക്കെ മനസ്സിലാക്കുന്ന ആൾക്കാർ ഇതിലെമ്പാടും അകപ്പെട്ടു പോയിട്ടുണ്ട്. അതിലെല്ലാ തലങ്ങളിലുള്ള ആൾക്കാരുമുണ്ട്. അതിനേക്കാളൊക്കെ അത്ഭുതം, പരിശുദ്ധ ഖുർആനും ഹദീസും ഒക്കെ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന, സമ്പത്തിന്റെ സ്രോതസ് എവിടെ നിന്നാണ് എന്ന് സൂക്ഷ്മമായി കൃത്യമായി അതിലും തഖ്വ പാലിക്കണമെന്ന് പഠിച്ചിട്ടുള്ള ആൾക്കാരായ മുസ്ലിംകൾ വരെ അതിൽ അകപ്പെട്ടു പോകുന്നു എന്നതാണ് വസ്തുത. നമുക്കറിയാം, പലതരത്തിലെന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമ്മളുടെ നാട്ടിലൊക്കെ ഉള്ള ഒരു ചെറിയ വിഷയത്തെ സംബന്ധിച്ച് താഴോട്ടിറങ്ങി നോക്കിയാൽ, റൊക്കത്തിനൊരു സാധനം തരികയാണെങ്കിൽ ഇത്ര വില, 5 മാസം കൊണ്ട് പൂർത്തിയാക്കുകയാണെങ്കിൽ വില കൂടുക, പലിശയല്ല എന്ന് പറയുകയും ചെയ്യും. അതെങ്ങനെ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്.
അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അത് സ്വർണത്തിന്റെ വിഷയത്തിലായാലും മറ്റ് സാമഗ്രികൾ വാങ്ങുന്നിടത്ത് നിത്യോപയോഗ സാധനങ്ങളെ അല്ല ഉദ്ദേശിച്ചത്, അങ്ങനത്തെ സാമഗ്രികൾ വലിയ വിലപിടിപ്പുള്ളത് വാങ്ങുന്നിടത്താണ് ഈ വ്യത്യാസം നമ്മൾ കാണുന്നത്. മറ്റൊന്ന് പലിശരഹിതം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ നമ്മളുടെ മുമ്പിലേക്ക് തരാറുള്ളത്. അങ്ങനെ പലിശരഹിതം എന്ന് പറയുമ്പോ സ്വർഗത്തിനൊരു വിലയും പിന്നീട് 6 മാസത്തിനുള്ളിൽ അടക്കുന്നതിന് വില കൂടുകയും ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സാമ്പത്തിക സ്രോതസ്, വരുമാനം നമുക്ക് എങ്ങനെ ഉണ്ടാകുന്നു? ആളുകളെ ചൂഷണം നടത്തിയിട്ടാണോ? അല്ലെ ആളുകളെ ചൂഷണം ചെയ്യാനുള്ള മറ്റു ചില ഉപാധികള് ഇത്തരം കാര്യങ്ങൾ പുതുതായി വരികയും ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുമ്പോൾ സാമൂഹികമായ രംഗത്തുള്ള ആളുകളോ അതുപോലെ മതപണ്ഡിതന്മാരെയോ തങ്ങന്മാരെയോ ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഉദ്ഘാടനം, അതോടുകൂടി നിക്ഷേപകരായ ആളുകൾ വഞ്ചിതരായി പോകും. ഇങ്ങനത്തെ ആൾക്കാരൊക്കെ അതിലുണ്ടല്ലോ എന്ന നിലപാട്. വേറെ ചിലരെ സംബന്ധിച്ചിടത്തോളം മാസത്തിൽ കൃത്യമായും കിട്ടിയാൽ മതി. അത് 5 ലക്ഷം നിക്ഷേപിച്ചാൽ ഒരു മാസത്തിൽ അത് എത്ര സംഖ്യ കൂടുതൽ കിട്ടുന്നു അവിടെ കൊണ്ടുപോയി നിക്ഷേപിക്കുക. അത് ബിസിനസ് ആണോ അതല്ല മറ്റേതെങ്കിലും ഏർപ്പാടുകളാണോ എന്ന് പരിശോധിക്കാറില്ല. സാധാരണഗതിയിൽ ഒരു 500 കോടി തട്ടിക്കുന്ന ഒരാൾക്ക് ഇത്തരത്തിൽ വിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടി അവർ ആദ്യത്തെ 1-2 മാസം അല്ലെ 5-10 മാസങ്ങളിൽ അവർ കൊടുത്തതിന് കൃത്യമായി ഇരട്ടി നൽകുകയും കുറെ ആളുകളുടെ വിശ്വാസ്യത ഉപയോഗപ്പെടുത്തി അവർ മറ്റുള്ളവരോട് പറഞ്ഞിട്ട് അതിലേക്ക് ആളുകളെ ചേർത്ത് അങ്ങനെ ഒരു വർഷത്തിനുള്ളിൽ ഈ കണ്ണി ചങ്ങല പൊട്ടി തകർന്ന് തരിപ്പണമായി കോടികളുടെ ആസ്തിയുമായി മുങ്ങുകയാണ്. നമ്മുടെ നാട്ടിൽ ഇത്തരം വിചാരണ പൂർത്തിയാകാൻ തന്നെ 30-40 വർഷമെടുക്കും. അതുകൊണ്ട് തന്നെ ഈ കക്ഷിക്ക് തൽക്കാലം ജാമ്യത്തിൽ ഇറങ്ങിയാൽ അയാൾക്ക് സുഖസുന്ദരമായി ജീവിക്കാം. വിധി വരുമ്പോഴേക്ക് അയാൾ മരിച്ചു പോയിട്ടുണ്ടായിരിക്കും. ഈ ലക്ഷങ്ങള് നഷ്ടപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യാതൊരു തരത്തിലും വാങ്ങിയെടുക്കാനുള്ള മാർഗവും അതില്ല. ഇങ്ങനെ പോകുന്നു അത്തരം വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇനി മറ്റൊന്ന്, കച്ചവട രംഗത്തൊക്കെ ആണെങ്കിൽ പഴയ സാധനങ്ങളും പുതിയ സാധനങ്ങളും കൂട്ടിക്കലർത്തിക്കൊണ്ട് വിൽക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. അത് മത്സ്യം വരെ അത്തരം ഏർപ്പാടുകളിലേക്ക് കൊണ്ടുവന്ന് ചെയ്ത് അത് വാങ്ങുന്ന ആൾക്ക് 1-2 മത്സ്യമല്ല, അത് സാരല്ല, വാങ്ങുന്ന ആൾക്ക് കുറച്ച് സാധനങ്ങളല്ല അതിൽ കേടുള്ളത്. പക്ഷെ വിൽക്കുന്നവൻ ഇയാളുടെ അങ്ങനെ ഒരുപാട് പ്രാവശ്യം ചെയ്യുമ്പോഴേക്ക് അയാളുടെ പഴയ സാധനത്തിന് പുതിയതിന്റെ വില ലഭിക്കുകയും തന്റെ കീശയിലേക്ക് ടോട്ടലാകുമ്പോൾ വർഷങ്ങളെ കണക്ക് കൂട്ടുമ്പോൾ മാസങ്ങളിലൂടെ ഒരുപാട് സമ്പാദ്യം ഉണ്ടാവുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള ചില ഏർപ്പാടുകൾ. വേറെ ചിലര് ഭൂമി റിയൽ മാഫിയയുമായി ബന്ധപ്പെട്ടൊക്കെ നോക്കിയാൽ ആ ആളുകൾക്കുള്ള, ഞാൻ ഒരിക്കൽ സൂചിപ്പിച്ചതാണ്, ആളുകൾക്കുള്ള പ്രയാസം പരിഗണിച്ച് ഇപ്പം വിറ്റേ മതിയാകൂ എന്നിടത്ത് നിൽക്കുന്ന ആളുകളെ ചൂഷണം ചെയ്ത് വളരെ കുറച്ച് കാശ് നൽകി ഭൂമി വാങ്ങുകയും എന്നിട്ട് അവരുടെ മുമ്പിൽ വെച്ച് 6-ാമത്തെ 4-ാമത്തെ മാസമാകുമ്പോഴേക്ക് അല്ലെ 2-ാമത്തെ ദിവസമാകുമ്പോഴേക്ക് അതിന്റെ എത്രയോ ഇരട്ടി സെന്റിന് വാങ്ങി മരിച്ചു വിൽക്കുകയും ചെയ്തുകൊണ്ടുള്ള ചൂഷണ മാർഗങ്ങളിലൂടെയും എന്ത് വരുന്നു? സമ്പത്ത് നമ്മളുടെ ഇടയ്ക്ക് വരാറുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പാതി വിലക്ക് സാധനമാണോ? മുഅ്മിനായ മനുഷ്യൻ ആലോചിക്കണം, എന്തുകൊണ്ട് ഇയാൾ തരുന്നത് പാതി വിലക്ക്? എങ്ങനെ ഇയാൾക്ക് തരാൻ സാധിക്കുന്നു? ഞാൻ തീർത്ത് പറയുന്നു, നമ്മളുടെ മിമ്പറിൽ നിന്ന് കുത്തുവ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്കും ഈ നിലക്കുള്ള ന്യായമല്ലാത്ത, ഹക്കല്ലാത്ത ഒരു നയാ പൈസയും ഇത്തരം രൂപത്തിൽ നമ്മളുടെ അക്കൗണ്ടിലേക്ക് വരാനോ അതിൽ പോയി നമ്മൾ സാധാരണക്കാരായ ആളുകൾ വീഴാനോ പാടില്ല. എങ്ങനെയെങ്കിലും ഒരു സ്കൂട്ടർ കിട്ടുക എന്നതല്ല, എങ്ങനെയെങ്കിലും ഒരു ഫർണിച്ചർ സാധനം കരസ്ഥമാക്കുക കുറഞ്ഞ വിലക്ക് എന്നതല്ല. അതിന്റെ സ്രോതസ് എങ്ങനെയെന്നും അത് കൃത്യമായും വില കുറച്ച് തരാനുള്ള കാരണം എന്താണെന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോഴേ അത്തരം കാര്യങ്ങളിൽ ചതിക്കുഴിയിൽ നിന്ന്
വീഴുന്നതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. രണ്ടാമതൊരു കാര്യം എന്താ ഖുർആൻ പറയുന്നത്? വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. മനുഷ്യൻ പണത്തിന്റെ കാര്യത്തിൽ അങ്ങേയറ്റം അത്യാർത്തിയുള്ളവനാണ്. എന്നിട്ട് പറഞ്ഞോ, ഞാൻ വിശാലമായ തലങ്ങളിലേക്ക് കടക്കുന്നില്ല. അഫലാ യഅലമു ഇദാ ബുഅ്തിറ മാ ഫിൽ ഖുബൂർ വഹുസ്സില മാ ഫിസ് സുദൂർ. നിന്നെ പുനർജീവിപ്പിക്കും, നിന്റെ മനസ്സിലുണ്ടായിരുന്നത് പുറത്തു കൊണ്ടുവരും. ആളുകളെ ചൂഷണം ചെയ്യാൻ, അവരുടേത് നിന്റെ അക്കൗണ്ടിൽ വരാൻ എന്തൊക്കെ ചെറുതും വലുതുമായ മാർഗങ്ങൾ നീ ചെയ്തിട്ടുണ്ടോ അത് പുറത്തു കൊണ്ടുവരും. അതുകൊണ്ട് തന്നെ ഖുർആൻ പറഞ്ഞു, ഖുൽ പറയുക, മാ ഹറമ റബ്ബി അൽ ഫവാഹിഷ മാ ലഹറ മിൻഹാ വമാ ബതൻ. കേൾക്കുക, മുഴുവൻ ആളുകളും മനസ്സിലാക്കുക. എന്താ? അല്ലാഹു ഹറാമാക്കിയിരിക്കുന്നു പ്രത്യക്ഷത്തിൽ നിങ്ങൾ ചെയ്യുന്ന തോന്നിവാസങ്ങളും പരോക്ഷമായി ആളുകൾ അറിയാതെ ചെയ്യുന്ന സാമ്പത്തിക കാര്യങ്ങളാകട്ടെ അല്ലാത്തതാകട്ടെ എല്ലാം അള്ളാഹു വിരോധിച്ചിരിക്കുന്നു. അതാണ് ഞാൻ ഓതി വെച്ച ആയത്തിലും പറഞ്ഞു, കുലു മിമ്മാ ഫിൽ അർളി ഹലാലൻ തയ്യിബ. ആരെ വിളിച്ചാ പറയുന്നത്? യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ വിളിച്ചിട്ടാ പറയുന്നത്. അപ്പൊ ബോധമുള്ള, പരലോകത്ത് വിശ്വാസമുള്ള, 5 നേരവും പള്ളിയിൽ വരുന്ന, ജുമുഅക്ക് വരുന്ന ഓരോരുത്തരിലും ഇത്തരം പോരായ്മകൾ ഉണ്ടാകാം. എവിടുന്നാണ് ഹലാലാണോ ഹറാമാണോ എന്ന് പരിശോധിക്കണമെന്ന്. ഇനി നമ്മളോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് സമ്പാദ്യം വരുന്ന വിഷയം അൻ തറാളിം മിൻകും, നിങ്ങൾ തൃപ്തിപ്പെട്ടുകൊണ്ടായിരിക്കണം. ഒരു ബിസിനസ് പോലും വാങ്ങുന്ന ആൾക്കും തൃപ്തിയാകണം, കൊടുക്കുന്ന ആൾക്കും തൃപ്തിയാകണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതുപോലെ പണിയെടുക്കുന്ന വിഷയമായാലും, അതുപോലെ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ആളായിരുന്നാലും അയാൾ പറഞ്ഞ പണി പൂർത്തിയാക്കിയിരിക്കണം, പറഞ്ഞ ജോലി എടുത്തിരിക്കണം. അതിൽ തട്ടിപ്പ് നടത്താൻ പാടില്ല, അല്ലെങ്കിൽ മാന്യമായ നിലക്കല്ലാതെ കൂലി ചോദിക്കാൻ പാടില്ല. അതുപോലെ ജോലി ചെയ്യാതെ ശമ്പളം വാങ്ങി ഒപ്പിടുക, ഈ ഏർപ്പാടുകളൊന്നും പാടില്ല എന്ന വശം അതിലൊക്കെ വരുന്നുണ്ട്. അവിടെയൊക്കെ ഹദീസും ഖുർആനും പഠിപ്പിച്ചിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വശമുണ്ട്. ഒന്ന്, ഞാനൊരു ക്ലാസ്സിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. സംശയമുണ്ട്, അത് ശരിയോ തെറ്റോ, അതങ്ങ് ഒഴിവാക്കാൻ, ശരി ഉറപ്പുള്ളത് പിടിക്കാൻ. 2, അൽ ഇസ്മു മാ ഹാക ഫീ സദ്രിക വകരിഹത അൻ യത്തലി അലൈഹി നാസ്. കുറ്റം, തെറ്റ് എന്ന് പറയുന്നത് സാമ്പത്തികമായ വിഷയത്തിലായാലും നിന്റെ മനസ്സിലൊരു ചൊറിച്ചിലുണ്ടാക്കും. ഞാനത് ചെയ്യുന്നത് ശരിയല്ല, അത് തെറ്റായ മാർഗത്തിലുള്ള സമ്പാദ്യാണ് എന്ന് മുഅ്മിനായ മനുഷ്യന്റെ മനസ്സ് മന്ത്രിക്കും. വകരിഹത അൻ യത്തലി അലൈഹി നാസ്. പിടിക്കപ്പെടുമോ എന്നുള്ള പേടി ഉണ്ടാവും, ജനങ്ങൾ അറിയുമോ എന്ന പേടി ഉണ്ടാവും. ഇതിനെയാണ് കുറ്റമെന്ന് ഇസ്ലാം ഒരിക്കൽ പറഞ്ഞത്. മറ്റൊന്ന്, യഖീൻ, ഉറപ്പ് വേണം ഹലാലാണ് എന്നത്. എന്താ അതിന്റെ കാരണം? ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. മുത്തഖീങ്ങളുടെ അല്ലാഹു സ്വീകരിക്കും, അല്ലാതെ സ്വീകരിക്കൂല. ഒരുപാട് ഹദീസ് ഈ വിഷയത്തിൽ നമുക്ക് കാണാം. മൻ ജമഅ മാലൻ ഹറാമൻ, ഹറാമായ സമ്പാദ്യം ഒരാൾ ഉണ്ടാക്കി, സുമ്മ തസദ്ദഖ ബിഹി, സദഖ ചെയ്ത്, പിന്നെ ചെയ്യുന്ന ഒരു പണികളാണല്ലോ, ഭയങ്കരമായിട്ട് കൊടുക്കുക. എത്ര ആൾ കൊടുക്കുന്ന ആൾക്കാർ ചെയ്യുന്ന വേറൊരു തട്ടിപ്പാത്. അപ്പൊ അയാൾക്ക് അനുയായികൾ ഉണ്ടായി. അയാളോ എത്രമാത്രം കൊടുക്കുന്നുണ്ട്, പള്ളിയിലേക്ക് ഇത്ര, ബാക്കിയുള്ള സ്ഥലത്തേക്ക് ഇത്ര, സാധുക്കളെ സഹായിക്കാൻ എത്ര, അവിടെ ഇന്ന ആൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി ആവശ്യമായ വീട് നിർമ്മാണത്തിന് എന്തൊക്കെ സദഖകളാ. ആ സദഖകളെ പറ്റിയൊക്കെ പറയുന്ന ഹദീസ് എന്താ? ഹറാമായ മാലിൽ നിന്ന് സമ്പത്തുന്നാണെങ്കിൽ ഒരു കൂലി ഉണ്ടാവില്ല. മാത്രമല്ല അതിന്റെ ഭാരം അവൻ താങ്ങേണ്ടി വരും, യാതൊരു സംശയമില്ല എന്ന ഹദീസ് പഠിപ്പിക്കുന്നത്. നിസ്കാരത്തെ പറ്റി പറഞ്ഞല്ലോ, ശുദ്ധിയില്ലാത്ത നിസ്കാരം ഒരുത്തന്റെ സ്വീകരിക്കൂല. വഞ്ചിച്ചെടുക്കുന്ന ആളുകളെ ചൂഷണം എടുത്ത് ഉണ്ടാക്കുന്ന സമ്പാദ്യല്ലേ, അത് സദഖയും അല്ലാഹു സ്വീകരിക്കൂല. ഒരുപാട് കാര്യങ്ങൾ ആ വിഷയത്തിൽ നമുക്ക് കാണാം.
സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി ചോദിക്കപ്പെട്ടു. നബിയോട് ചോദിച്ചാരോ, അൻ അക്തരി മിമ്മാ യുദ്ഖിലുൻ നാസ് അന്നാറ, നരകത്തിൽ ആളുകൾ പ്രവേശിക്കുന്ന, അധികം ആൾക്കാരും നരകത്തിൽ പ്രവേശിക്കുന്നതിന്റെ കാരണം എന്താണ് നബിയെ, അതൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി പറഞ്ഞു, ഖാല അൽ അജ്വഫാൻ, രണ്ട് ജൗഫ്, ഉള്ളു കട്ടിയില്ലാത്ത, അതേപോലെ തന്നെ ആ നിലക്കുള്ള രണ്ട് കാര്യങ്ങളാണെന്ന് പറഞ്ഞു. ഒന്ന് അൽ ഫമു വൽ ഫർജു, ഒന്ന് വായ, അന്യായമായ നിലക്ക് സമ്പാദിച്ച് ഭക്ഷിച്ച് ജീവിക്കുന്ന ആ വിഷയത്തെയാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ട് വൽ ഫർജു, ഗുഹ്യാവയവും. ഈ രണ്ട് കാര്യത്തെ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ശരി, നമ്മൾ സമ്പാദിച്ച് ഹലാലാണെങ്കിൽ അതിന് അവകാശമുണ്ട്. കുറെ കാശ് സദഖ ചെയ്യലല്ല സക്കാത്ത്, മറിച്ച് കൃത്യമായ കണക്കിന്റെ അടിസ്ഥാനത്തിൽ നൽകലാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനി എങ്ങനെ നൽകണമെന്ന് ചോദിച്ചാൽ സംഘടിതമായ സ്വഭാവം മാത്രമേ ഉള്ളൂ. ഇന്ന് നമ്മളെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് സക്കാത്ത് സംഘടിതമായി കൊടുക്കൽ ഹറാമാണ് എന്ന പണ്ഡിത പുരോഹിതന്മാരുടെ തെറ്റായ ഫത്വ. എവിടുന്ന് കിട്ടിയവർക്ക് ഇത് നമുക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളൊക്കെ ഖുർആന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ നേരത്തെ തന്നെ മിമ്പറുകളിലും കവലകളിലും യാതൊരു നിലക്കും ഒരു പ്രയാസവും ഇല്ലാത്ത വിധത്തിൽ, എന്നാൽ എതിർപ്പുകൾ മറുഭാഗത്തുണ്ടായിക്കൊണ്ടിരിക്കുകയാണെങ്കിലും പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പറഞ്ഞ പണ്ഡിത പുരോഹിതന്മാരുടെ വിഭാഗത്തിൽ നിന്ന് ചില ആളുകൾ ഫിഖ്ഹി ഉദ്ധരണികൾ എടുത്തുദ്ധരിച്ചുകൊണ്ട് അങ്ങനെ കൊടുക്കാമെന്ന് അവര് തന്നെ സ്ഥാപിച്ചു. മാത്രമല്ല, ദക്ഷിണ കേരളയിൽപ്പെട്ട വളരെ പ്രഗത്ഭനായ ഒരു പണ്ഡിതൻ ഫർളുകൾ എല്ലാം ഒന്നിച്ച് നിർവഹിക്കുക എന്ന അദ്ദേഹം നമസ്കാരത്തെ സംബന്ധിച്ചും മറ്റ് വിഷയങ്ങളെയൊക്കെയും പറഞ്ഞടുത്ത് കൂട്ടിയെടുത്ത് പറഞ്ഞു സംഘടിതമായി കൊടുക്കൽ ഫർളാണ് എന്ന് വരെ അദ്ദേഹം എടുത്തു പറഞ്ഞു. ഇനി ഞാൻ അതിന്റെ തെളിവിന്റെ വിഷയത്തിലേക്ക് പോകുന്നില്ല. പള്ളി ദർസിൽ പഠിപ്പിക്കുന്ന ശറഹ് മുഹദ്ദബിൽ വരെ അത് സംബന്ധമായ വിഷയങ്ങൾ വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഖാലൽ മുസന്നിഫ് യജൂസു അൻ യുഫർരിഖൽ മാൽ അൽ ബാത്തിൻ ബിനഫ്സിഹി ലിറബ്ബിൽ മാലി വയജൂസു അൻ യുവക്കില ഫി അദാഇഹി വയജൂസു അൻ യദ്ഫഅ ഇലൽ ഇമാമി ലിഅന്നഹു നായിബ് മിനൽ ഫുഖറാ. ഇതാണ് അദ്ദേഹം ആ പള്ളി ദർസിൽ പഠിപ്പിക്കുന്ന ഗ്രന്ഥത്തിൽ വരെ, ഫിഖ്ഹിന്റെ ഗ്രന്ഥത്തിൽ എന്നാണ് പറയുന്നത്, കളവാണ് അതൊക്കെ. അവിടെ പഠിപ്പിക്കുന്ന ഗ്രന്ഥത്തിൽ വരെ വളരെ കൃത്യമായും അയാൾക്ക് സ്വന്തം കൊടുക്കാവുന്നത് പോലെ തന്നെ അത് അർഹരായ, അത് സംഘടിപ്പിച്ച് വിതരണം ചെയ്യുന്ന ആളുകളുടെ വശം ഇയാളുടെ സമ്പത്ത് ഏൽപ്പിക്കാം എന്ന് അവര് പഠിപ്പിച്ചു കൊടുക്കുന്ന ഗ്രന്ഥങ്ങളിലുണ്ട്. അതുപോലെ തന്നെ ശാഫിഈ മദ്ഹബിലെ പ്രഗത്ഭരായ, അതനുസരിച്ച് ഫത്വ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആധുനിക പണ്ഡിതന്മാരും ആ നിലക്ക് തന്നെ വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഇനി ഞാൻ വളരെ ദീർഘിപ്പിച്ച് ഈ വിഷയം ഈ അവസരത്തിൽ വിശദീകരിക്കണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ആളുകളെ തശ്വീശാക്കാൻ വേണ്ടി ആഭരണത്തിന് സക്കാത്തില്ല എന്ന വ്യാപകമായ പ്രചരണം എല്ലാ സ്ഥലത്തേക്കും, നമ്മളൊക്കെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ ആ ക്ലാസ്സില് ചില ആളുകൾ ഈ ക്ലിപ്പ് അയച്ചു തരികയാണ്. ലോകത്തെവിടെയും തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ഖുർആനും ഹദീസുമായി ഒരു നിലക്കും ബന്ധമില്ല വാദത്തിന്. കാരണം സഹാബികളിൽപ്പെട്ട പല സഹാബികൾക്കും ആഭരണത്തിന് സക്കാത്തുണ്ട് എന്ന് തന്നെ ധരിക്കുന്ന ആഭരണത്തിന് സക്കാത്തുണ്ടെന്ന് അഭിപ്രായക്കാരുണ്ട്. അവര് അള്ളാഹു ഹലാലാക്കി എന്തിനാ ഹറാമാക്കുന്നതെന്നായി ന്യായം പറഞ്ഞത്. അവര് അതിന് ഇപ്പറഞ്ഞ ന്യായം അനുസരിച്ച് ഇസ്ലാമെന്ന് പുറത്താവൂലേ. മാത്രമല്ല, ഉപയോഗം എന്നതും ഉപയോഗിക്കാതിരിക്കുക എന്ന വശവും ഒക്കെ പരിഗണിക്കുമ്പോൾ അതിന് പരിധിയും പരിമിതിയുണ്ട് ഉപയോഗത്തിന്. അതിന്റെ അപ്പുറമുള്ളത് എത്രയായാലും സക്കാത്ത് കൊടുക്കണമെന്നാണ് ഇമാം നവവി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ വരെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുപോലെ തന്നെ ഹറാമായ നിലയിലുള്ള ആഭരണത്തിന് പോലും ആണുങ്ങൾ സ്വർണം ഉപയോഗിക്കാന്ന് വിചാരിക്കും, എങ്കിലും ആഭരണ സക്കാത്തില്ല എന്നല്ല, ഉണ്ട് എന്നാണ്. ഒരു പെണ്ണ് അവരുടെ ഭർത്താവിൻ്റെതല്ലാത്ത മറ്റെവിടെയോ അണിഞ്ഞൊരുങ്ങി പോവുകയാണ്. ഭർത്താവിന് മുമ്പിലാണല്ലോ യഥാർത്ഥത്തില് അണിഞ്ഞൊരുങ്ങി ആ
സൗന്ദര്യം പ്രദർശിപ്പിക്കാൻ വേണ്ടി ആഭരണം കാര്യങ്ങളും ധരിച്ച് നിൽക്കേണ്ടത്. അതല്ലാത്ത നിലക്കാണ് ചെയ്യുന്നതെങ്കിൽ അക്കാര്യം ശരിയല്ല എന്ന് ഓർക്കുക അഭിപ്രായമുണ്ട്. പക്ഷെ ആ സക്കാത്ത് അതിന് കൊടുക്കണം എന്ന് വരെ ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പം അതിന് ഹദീസുകളുടെ തെളിവുകളും ഇത്തരം കാര്യങ്ങൾക്ക് നമുക്ക് കാണാൻ കഴിയും. ഏതായിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ്, നമ്മളെ സാധാരണ ഉപയോഗിക്കുന്നതല്ലാത്ത മറ്റ് ആഭരണമാക്കി വെച്ചാലും അതിന് നിസാബെത്തി കഴിഞ്ഞാൽ സക്കാത്ത് കൊടുക്കണം. സംശയമുണ്ടാകാം, പിന്നീട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യാം. സഹോദരങ്ങളെ സൂചിപ്പിച്ചല്ലോ, ഇത് സംഘടിതമായിട്ടാണ് എത്തിച്ചു കൊടുക്കേണ്ടത് എന്ന വശം നമ്മളുടെ KM മൗലവി അദ്ദേഹം ഒരു ഫത്വ, ഒരു സക്കാത്ത് ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കാൻ തയ്യാറാക്കിയിരുന്നു. അവതരിപ്പിച്ചിട്ടില്ല. നമ്മളുടെ ദീർഘവീക്ഷണം നിങ്ങൾ ചിന്തിച്ചു നോക്ക്. സക്കാത്ത് ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കാൻ അത്രമാത്രം ഇത് സംഘടിതമാകണമെന്ന നിലയിൽ നമ്മൾ നേരത്തെ മനസ്സിലാക്കുകയും പ്രചരിപ്പിക്കുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ഈ കൊയിലാണ്ടിയിലും KNM-ന്റെ കീഴിൽ സക്കാത്ത് സെല്ലുണ്ട്. ഒരാൾ അതിൽ കൊടുത്തു കഴിഞ്ഞാൽ അയാളുടെ ബാധ്യത വീടി. ചിലർക്കെങ്കിലും സംശയം ഉണ്ടാവും, അത് മാന്യമായിട്ട് കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിലോ എന്ന്. എന്നാൽ സഹാബികളിൽപ്പെട്ട ചിലർ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനോടും അതുപോലെ തന്നെ 4 സഹാബികളോടും ഉൾപ്പെട്ട ഒരാളോടും ചോദിക്കുന്ന ഒരു ചോദ്യം കാണാം, ഞങ്ങൾ സക്കാത്ത് ആരെ ഏൽപ്പിക്കണം? അപ്പൊ അവര് പറഞ്ഞു, നിങ്ങൾ അത് അർഹരായ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ഇമാമിനെ നിങ്ങൾ ഏൽപ്പിക്കണം. ആ ഇമാം അത് കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയാലോ എന്നാലും അയാൾക്ക് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കണം, അതിന്റെ കുറ്റം നിങ്ങൾക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരാതി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഉസ്മാൻ എന്ന കാലഘട്ടത്തിലൊക്കെ സക്കാത്ത് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുടെ വിഷയത്തിൽ പരാതി വന്നിട്ടുണ്ട്. അപ്പോഴും നിങ്ങളുടെ ബാധ്യത വീടും നിങ്ങൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എന്നതാണ് വസ്തുത. അതുകൊണ്ട് ഈ വശമായി താഴോട്ടിറങ്ങി പറഞ്ഞാൽ സക്കാത്ത് കമ്മിറ്റിക്കാരായ ആളുകൾ ഇതിൽ സൂക്ഷ്മത പുലർത്തണം. ദാതാക്കളായ അത് തരുന്ന ആളുകളെ ഉപയോഗപ്പെടുത്തി യോഗം വിളിച്ച് അവരോട് ഇതിന്റെ തന്ന കാര്യം കൃത്യമായും കാശാണിത്, ആളുകൾക്ക് സംശയം ഉണ്ടാവും, ബോധ്യപ്പെടുത്തി കൊടുക്കുക. ഈ വർഷത്തിൽ ഇത്ര ലക്ഷം സക്കാത്ത് കിട്ടി, ഇന്ന ആളുകൾക്കൊക്കെ കൊടുത്തു, ഇനി നമ്മൾ ആർക്ക് കൊടുക്കണം എന്ന ചർച്ചയും കാര്യങ്ങളുമായി സുതാര്യവും സജീവവും ആക്കുവാൻ ഈ കമ്മിറ്റിയിൽപ്പെട്ട ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഈ അവസരത്തിൽ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ അത് സുതാര്യമാക്കുകയും വ്യക്തമായ കണക്ക് പ്രദർശിപ്പിക്കുന്ന വിധത്തിൽ ബോധ്യപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ആളുകൾക്ക് ഇതിൽ വിശ്വാസമുണ്ടാകും. ആ നിലക്ക് അത് സജീവമാക്കി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സക്കാത്ത് സെല്ല് സജീവമാക്കാൻ കഴിയും. സഹോദരങ്ങളെ, വളരെയേറെ മനസ്സിലാക്കേണ്ട ഒരുപാട് വശങ്ങൾ ഇതിലുണ്ട് എന്ന് നമുക്കറിയാം. സൂക്ഷ്മമായി ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക, സാമ്പത്തിക രംഗത്ത് സൂക്ഷ്മത പുലർത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുഅ്മിനുകളായി സാമ്പത്തിക രംഗത്ത് സൂക്ഷ്മത പാലിച്ചുകൊണ്ട് അതുപോലെ മറ്റു രംഗങ്ങളിലും സൂക്ഷ്മത പാലിച്ചുകൊണ്ട് നല്ലവരായി ജീവിച്ച് മരിച്ചു പോകാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി. اللهم صل على محمد وعلى آل محمد أيها الناس أوصيكم ثانيا وإياي بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കമ്മിറ്റിയുടെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ കമ്മിറ്റികളിലും ഈ ഒരു സുതാര്യത കൃത്യമായിരിക്കണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ആളുകൾ സക്കാത്ത് കമ്മിറ്റിയിലാണെങ്കിലും മഹല്ല് കമ്മിറ്റിയിലാണെങ്കിലും വരണം. അത്തരം ആളുകൾ ഓരോ വിഷയങ്ങളും കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. നമ്മളുടെ പള്ളി കമ്മിറ്റിയാണെങ്കിൽ പോലും അതിലേക്ക് ആളുകളെ അടുപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു സമീപനമായിരിക്കണം നമ്മളുടെ മെമ്പർമാരുടെയും അതുപോലെ തന്നെ ഇത് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത്. എപ്പോഴും ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ പള്ളിയുമായിട്ട് ചില കത്തുകൾ വരും, ചില വിഷയങ്ങളുണ്ടാവും, മഹലിൽ വിഷയങ്ങളുണ്ടാവും. അതിനൊക്കെ തന്നെ ഇടപെടുന്ന മസ്ലഹത്ത് സമിതി അടക്കമുള്ള കാര്യങ്ങൾ സെറ്റപ്പാക്കി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നല്ല ഒരു മാതൃകാപരമായ കമ്മിറ്റിയായി തീരാനും മഹല്ലായി തീരാനും നമ്മളുടെ കമ്മിറ്റിക്ക് സാധിക്കുമെന്നതിൽ സംശയമില്ല. അത്തരം ഒരു കമ്മിറ്റി ആയിരിക്കണം എപ്പോഴും നമ്മൾ ഏത് വിഷയത്തിലും സെലക്ഷൻ ഉണ്ടാകേണ്ടതെന്നും ഏതെങ്കിലും തരത്തിലുള്ള ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ
എൻ്റെ സ്ഥാനം പോയതിൻ്റെ പേരിൽ രാജിവെക്കുന്നു എന്ന നിലക്ക് രാജിവെച്ച് വേറെ വിഭാഗം ഉണ്ടാക്കി അല്ലെങ്കിൽ ആളുകളെ കശപിശുണ്ടാക്കി ഫിത്നയിലേക്ക് ഇറങ്ങലല്ല, അതൊന്നും ശരിയല്ല. ഖാലിദുൽ വലീദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ സർവ്വ സൈന്യാധിപ സ്ഥാനം അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന് ഉമർ റളിയല്ലാഹു അൻഹു ലെറ്റർ സഹിതം കൊടുത്തപ്പോൾ ആരായിരുന്നു ഖാലിദ് റളിയല്ലാഹു അൻഹു നമുക്കറിയാലോ. ആ സർവ്വ സൈന്യാധിപ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റിയ ലെറ്റർ കിട്ടിയപ്പം അദ്ദേഹം അത് സദസ്സിൽ വായിക്കുകയും അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ ആ ലെറ്റർ ഏൽപ്പിച്ച ഒരു സാധാരണ പട്ടാളക്കാരനായി സദസ്സിലിരിക്കുകയും ചെയ്തു. ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. സ്വതന്ത്രമായ മനസ്സിന്റെ ഉടമകളാകണമെന്നർത്ഥം. അങ്ങനെ നമ്മളുടെ എല്ലാ കമ്മിറ്റി വിഷയങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല ഒരു മാതൃകാപരമായ സമീപനം പള്ളിയുടെ വിഷയത്തിലും സക്കാത്ത് കമ്മിറ്റിയുടെ വിഷയത്തിലും മറ്റ് കാര്യങ്ങളിലുമൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുമെന്നതിൽ സംശയമില്ല. സാന്ദർഭികമായ സഹോദരന്മാരെയും ഒരു പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കാണ്ട്, നാസ്തികരുടെ തെരുവ് വിചാരണ എവിഡൻസുമായി ബന്ധപ്പെട്ട് നമ്മുടെ തൊട്ടടുത്ത മുയിപ്പോത്ത് അങ്ങാടിയിൽ നടക്കുകയാണ്. ഇന്ന് വൈകുന്നേരം 4:30. നമുക്കറിയാം, ഒരുപാട് പ്രതിസന്ധികൾ മതത്തിന് നേരെ അഴിച്ചുവിടുന്ന ഒരു കാലഘട്ടമാണ്. ചെറിയ നമ്മളുടെ 12-13 വയസ്സുള്ള മക്കളെ കൊണ്ട് തുടങ്ങിയിട്ട് അവരുടെ യുവാക്കളെ വരെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന മാരകമായ ഒരു രോഗമായി ന്യൂട്രൽ ജനറാലിറ്റിയും മറ്റുള്ള വിഷയങ്ങളും സ്വാതന്ത്ര്യവും സ്ത്രീ സ്വാതന്ത്ര്യം ഒരുപാട് വിഷയങ്ങൾ മാറിയിട്ടുണ്ട്. അതിന് നമ്മൾ എല്ലാ കാലഘട്ടത്തിലും വളരെ കൃത്യമായി ഓരോന്നിനും മറുപടി പറയുകയും അതിന് കൃത്യമായി പണ്ഡിതന്മാർ അവലോകനം ചെയ്തുകൊണ്ട് അതിന് മറുപടി കൊടുത്ത ചരിത്രമാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്, സലഫി പ്രസ്ഥാനത്തിന് കേന്ദ്രമുള്ളത്. അതിൻ്റെ ഭാഗമായി ഇന്ന് വൈകുന്നേരം ആ പ്രോഗ്രാം അവിടെ നടക്കുകയാണ്. ആളുകൾ സംബന്ധിക്കണമെന്ന് മാത്രമല്ല, ഇതൊരു വലിയ സാമ്പത്തിക ബാധ്യത ഗ്രാമപ്രദേശമാണ് അതിനുണ്ട്. അതുകൊണ്ട് അതിനു വേണ്ടിയുള്ള ഒരു ദഅവത്ത് രംഗത്തുള്ള സജീവതക്ക് വേണ്ടിയിട്ടുള്ള ഒരു കലക്ഷനാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് നടത്തുന്നത്. അതിലെല്ലാവരും സഹകരിക്കണമെന്നും പ്രത്യേകം ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അത്തരം എല്ലാ നല്ല കാര്യങ്ങളിലും പങ്കാളികളാകാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു സഹോദരൻ പനിയായി പ്രയാസപ്പെട്ട് മറ്റു ചില രോഗങ്ങളാണെന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രാർത്ഥിക്കണമെന്ന്. അള്ളാഹു അദ്ദേഹത്തിന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിട്ടുപിരിഞ്ഞ മറ്റൊരാൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്നും അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞ എല്ലാവർക്കും അള്ളാഹു ആ നിലക്ക് അവരുടെ ഖബർ വിശാലമാക്കുകയും സ്വർഗം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സകല രോഗങ്ങളിൽ നിന്നും കാരുണ്യവാനായ റബ്ബ് നാം എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഖുലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി وقاضي الحاجات. ربنا آمنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.